ഞാൻ വീട്ടിലെ മൂത്ത കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രയോറിറ്റിയും എനിക്കായിരുന്നേ. എല്ലാവരുടെയും പഞ്ചാരക്കുഞ്ചും ഞാനായിരുന്നു. അപ്പോൾ ദൈവം വിചാരിച്ചു കാണും ഇവളെ എങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെ എന്താ പറയുക, എനിക്കൊരു 3 വയസ്സുള്ളപ്പോഴാണ് ജേസിമ്മയുടെ വയറ്റിലൊരു കുഞ്ഞുവാവി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞതേ. വീടിനടുത്തൊക്കെ ഇഷ്ടംപോലെ കസിൻസൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകാനാണ് ഒരു കുഞ്ഞുവാവ, എൻ്റെ വീട്ടിലൊരു കുഞ്ഞുവാവ വരുന്നതെന്ന് എല്ലാവരും പറഞ്ഞു. കുഞ്ഞായിരുന്നതിനാൽ അത്രയ്ക്കൊന്നും മനസ്സിലായിട്ടില്ല എങ്കിലും ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ജൂൺ 9-നാണ് എനിക്കൊരു അനിയത്തിക്കുട്ടിയെ കിട്ടുന്നത്. അതെ, ടിൻഡു, എൻ്റെ കുഞ്ഞുമോള്. ഞങ്ങളെല്ലാവരും അവളെ കുഞ്ഞുമോൾ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് അവളായി എനിക്ക് എല്ലാത്തിനും എന്തിനും ഏതിനും എന്ന് വേണേലും പറയാം. എപ്പോഴും കൂട്ട് അല്ലെങ്കിലും ഞങ്ങളിടയ്ക്കൊക്കെ വമ്പൻ വഴക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, സഹോദരങ്ങൾക്കിടയിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അതൊക്കെ പക്ഷെ എന്താ പറയുക, പിണങ്ങിയാലും ഒരു രാത്രിക്ക് അപ്പുറം നീളില്ല കേട്ടോ. അതാണ് ആ പിണക്കത്തിൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എൻ്റെ പ്രിയ അനിയത്തി കുട്ടിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളും എൻ്റെ അനിയത്തി കുട്ടിക്ക് ജന്മദിനാശംസകൾ പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അവൾക്ക് വിഷമമാവില്ലേ. അപ്പോൾ നിങ്ങളും പറഞ്ഞോളൂ. അങ്ങനെ വർഷങ്ങൾ കൊഴിഞ്ഞു പോയി. ഞങ്ങൾ പഠനത്തിലും ജോലിയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോഴും ഞങ്ങളുടെ സ്നേഹത്തിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം എൻ്റെ കല്യാണം കഴിഞ്ഞു, അത് കഴിഞ്ഞ് അവളുടെ കല്യാണമൊക്കെ ഞങ്ങൾ അടിപൊളിയാക്കി നടത്തിയേ. വീട്ടിൽ നിന്ന് അവൾ പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു, എങ്കിലും ഒരു നല്ല കാര്യത്തിനാണല്ലോ എന്നോർത്ത് ഞങ്ങളെല്ലാവരും സന്തോഷിച്ചു കേട്ടോ. എന്താണേലും അവള് ഞങ്ങളുടെ കാന്താരിക്കുട്ടിയായിരുന്നു. അങ്ങനെ എനിക്കൊരു നല്ല അളിയനെയും കിട്ടി കേട്ടോ. അതെ, എബി. അപ്പം എന്താ പറയാ, അവര് നല്ല ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ അല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്. അതേന്നെ പറയാൻ വിട്ട്, ചെറുപ്പത്തിൽ ഞാൻ നല്ല കുറുമ്പിയായിരുന്നു. എൻ്റെ അനിയത്തി അത്രയ്ക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ അവളെ പോയി ചൊറിഞ്ഞ് അവളെനിക്കിട്ട് തിരിച്ച് നല്ല അടിയൊക്കെ തരുമായിരുന്നേ. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ അമ്മയുടെ അടുത്ത് നിന്ന് വഴക്ക് കിട്ടും, അടി കിട്ടും, അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ ഒരു ഓർമ്മകളായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്താ പറയുക, എൻ്റെ അനിയത്തിക്ക് എല്ലാവിധ നന്മകളും നല്ല ഭാവിയും ആശംസിക്കുകയാണ്. ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ജന്മദിനം ആകട്ടെ ഈ പ്രാവശ്യത്തെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. വർഷങ്ങൾക്ക് ഇപ്പുറം എനിക്ക് കാത്തുകുട്ടി ഉണ്ടായപ്പോഴും അവളുടെ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറയുക, എൻ്റെ കാത്തുകുട്ടിക്ക് അവൾ നല്ലൊരു കുഞ്ഞാൻ്റിയായി. അതുപോലെ എനിക്കിപ്പോഴും അവൾ നല്ലൊരു അനിയത്തിക്കുട്ടി തന്നെയാണ്. എൻ്റെ മനസ്സിലെപ്പോഴും അവൾക്ക് നല്ലൊരു ഇടമുണ്ടായിരിക്കും. അപ്പോൾ എന്താ പറയുക, അവൾക്ക് എല്ലാവിധ ആയുരാരോഗ്യവും ദൈവം നൽകി